നമസ്കാരം. ഉത്തർപ്രദേശിലെ സംഭാലിൽ സംഘർഷം ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതായത് അവിടുത്തെ ഒരു മസ്ജിദിൽ, സംഭാലിലെ ജുമാ മസ്ജിദ്, ആ മസ്ജിദ് അവിടെയുണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർത്ത് മുഗൾ ഭരണകാലത്ത് പണിത ഒരു മസ്ജിദാണ് എന്ന ഒരു അവകാശവാദം ഉയരുകയും അത് കോടതിയിലെത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ ജുമാ മസ്ജിദിൽ ഒരു വീഡിയോ സർവേ നടത്താനായി കോടതി ഉത്തരവിട്ടത്. ഇത്തരത്തിൽ കോടതി ഉത്തരവിന് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ജുമാ മസ്ജിദിൽ എത്തുകയും ഈ കഴിഞ്ഞ മാസം, അതായത് ഈ മാസം 19-ാം തീയതി അവിടെ സർവേ നടത്തുകയും ചെയ്തു. എന്നാൽ സർവേയുടെ തുടർ ജോലികൾക്കായി അവർ അടുത്ത ദിവസം പള്ളിയിലെത്തുമ്പോഴാണ് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് സംഘടിച്ചു നിന്ന ചില ആളുകൾ ഇവർക്ക് നേരെ ഏതാണ്ട് 20-നും 30-നും വയസ്സ് മധ്യേ പ്രായമുള്ള ആളുകൾ കല്ലുകൊണ്ടും അതുപോലെ തന്നെ ഇരുമ്പ് വടികൾ കൊണ്ടുമെല്ലാം ഈ സംഘത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പോലീസ് ഇവരെ തടയാനെത്തി. പോലീസിന് നേരെയും അതിക്രൂരമായ ആക്രമണങ്ങളാണ് ജനക്കൂട്ടം നടത്തിയത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് കാലിന് പൊട്ടലേറ്റിട്ടുണ്ട്. മാത്രമല്ല നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. 2 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും സംഭാലിൽ ഇത്തരത്തിലുള്ള സംഘർഷം അത് തുടരുകയാണ്. ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുൻകൈയെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ആരോപണം. മാത്രമല്ല ഇതൊരു കോടതി ഉത്തരവിൻ്റെ ഭാഗമായി നടന്ന പരിശോധനയാണ്. എന്തായാലും ഈ അവകാശവാദം, ഹിന്ദു വിഭാഗം ഉന്നയിക്കുന്ന അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക തീർച്ചയായും കോടതിയിലെത്തിയാൽ വീഡിയോ സർവേയിലൂടെയും അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയിലൂടെയും മറ്റുമാണ്. ഗ്യാൻവാപ്പിയിലടക്കം നമ്മളത് നേരത്തെ കണ്ടതാണ്. ഇത്തരത്തിലുള്ള വീഡിയോ സർവേക്ക് കോടതി ഉത്തരവിട്ടപ്പോഴാണ് ആ മസ്ജിദിനുള്ളിൽ ശിവലിംഗം കണ്ടെത്തിയതും പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എത്തി അവിടെ നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രം തകർത്ത് തന്നെയാണ് അവിടെ പള്ളി പണിതത് എന്നൊരു ശാസ്ത്രീയമായ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം താൽക്കാലികമായി കോടതി നൽകിയിട്ടുണ്ട്. അതേ മാതൃകയിലാണ് ഇപ്പോൾ സംഭാൽ ജുമാ മസ്ജിദിലും ഇത്തരത്തിൽ ക്ഷേത്രം തകർത്ത് പണിത പള്ളിയാണെന്നും അത് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി വിട്ടുനൽകണമെന്നും ഉള്ള ഒരു ആവശ്യമുണ്ടായത്. എന്തായാലും ഈ ആവശ്യത്തോട് കോടതി നിയമപരമായി തന്നെ പ്രതികരിച്ചു. ആ കോടതി ഉത്തരവുമായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. അത് പിന്നീട് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ആക്രമണമായി മാറുകയാണ്. എന്തായാലും സംഭാലിലേക്ക് കടന്നു കയറാൻ പല പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിലെ അംഗങ്ങൾ സംഭാലിലേക്ക് പോകും എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളിൽ പലരും സംഭാലിലേക്ക് കടക്കാനും അവിടുത്തെ സ്ഥിതിഗതികൾ മോശമാക്കാനുമുള്ള ചില പ്രവണത നടത്തിയിരുന്നു. എന്നാൽ ജില്ലാ ഭരണകൂടം ഡിസംബർ 10 വരെ പുറത്തുനിന്നുള്ളവർ സംഭാലിലേക്ക് കടക്കരുത് എന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഈ ഉത്തരവിൻ്റെ ഭാഗമായി പല രാഷ്ട്രീയ നേതാക്കളും സംഭാലിലേക്ക് സന്ദർശനം നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് മാറ്റിവച്ചിരിക്കുകയാണ്. കാരണം പ്രദേശത്തെ ക്രമസമാധാന നില അത് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പുറത്തു നിന്നുള്ളവർ എത്തി അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തെളിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനൽ സംഘം അടക്കം ഈ ലഹള മുതലെടുത്തുകൊണ്ട് അവിടെ അക്രമ സംഭവങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യോഗി സർക്കാർ ഇപ്പോൾ വലിയ നടപടികൾ ഇപ്പോൾ ഈ സംഭാലിൽ എടുത്തിരിക്കുന്നത്. പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടം പുറത്തു നിന്നുള്ള ആരും സംഭാലിലേക്ക് ഡിസംബർ 10 വരെ പ്രവേശിക്കരുത് എന്ന ഉത്തരവിറക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.